തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി LDF. പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു എന്ന് ആരോപിച്ചാണ് പരാതി. മത്സരിക്കുന്നതും പ്രചാരണം നടത്തുന്നതും കേന്ദ്രമന്ത്രി എന്ന പേരിലാണെന്നാണ് പരാതിയിൽ പറയുന്നത്. അല്ലമീൻ വിശദാംശങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ എന്താണ് LDF നൽകിയ പരാതിയിൽ പറയുന്നത്? സ്മൃതി, രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം കേന്ദ്രമന്ത്രി എന്നുള്ള ലേബലിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ലേബലിൽ തന്നെ വോട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ് LDFന്റെ പരാതി. തുടർച്ചയായി പെരുമാറ്റച്ചട്ടം കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലംഘിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിന് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയില്ല എന്നുകൂടിയും LDF ചൂണ്ടിക്കാണിക്കുകയാണ്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ വന്നാൽ അതിനെതിരെ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടി പറയുന്നുണ്ട് LDF നേതൃത്വം. കാരണം തിരുവനന്തപുരത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ, വിദ്യാർത്ഥികളുമായിട്ടുള്ള കൂടിക്കാഴ്ച, മറ്റാളുകളുമായിട്ടുള്ള സംവാദം, അങ്ങനെ പലതരത്തിലുള്ള പരിപാടികളാണ് രാജീവ് ചന്ദ്രശേഖരൻ ഓരോ ദിവസവും നടക്കുന്നത്. ഇവിടെയെല്ലാം രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിക്കുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലാണ്. ആ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെ അദ്ദേഹം വോട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പെരുമാറ്റച്ചട്ടം എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെതിരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ശരിയല്ല, മീനാണ് വിവരങ്ങൾ നൽകിയത്.